ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന പൈതഗോറസ് തിയറത്തെ പറ്റിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പൈതഗോറസ് തിയറത്തിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന്. എന്താണ് നോക്കാം പൈതഗോറസ് തിയറം? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് നേരത്തെ തന്നെ. പൈതഗോറസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മെയിനായിട്ട് റൈറ്റ് ട്രയാങ്കിൾസിലാണ്. അതായത് ഒരു ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അതായത് റൈറ്റ് ട്രയാങ്കിൾ, ഇതാണ് റൈറ്റ് ട്രയാങ്കിൾ. ഇതിൻ്റെ നമുക്ക് റൈറ്റ് ട്രയാങ്കിളിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ബേസ്, ഹൈറ്റ് ആൻഡ് ഹൈപ്പോട്ടന്യൂസ്. എന്താണ് ഈ മൂന്ന് വശങ്ങളും തമ്മിലുള്ള പ്രത്യേകത എന്താണ്? പൈതഗോറസ് തിയറം അനുസരിച്ച് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ബിഗർ സൈഡിലെ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈറ്റിൻ്റെ സ്ക്വയറും പ്ലസ് ബേസിൻ്റെ സ്ക്വയറും കൂടെ കൂട്ടുന്നതായിരിക്കും. മനസ്സിലായല്ലോ? ഹൈപ്പോട്ടന്യൂസ് ഏറ്റവും വലിയ സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈറ്റിൻ്റെ സ്ക്വയറും ബേസിൻ്റെ സ്ക്വയറും കൂടെ കൂട്ടുന്നതായിരിക്കും. അപ്പം നമ്മൾ മെയിനായിട്ട് പൈതഗോറസ് തിയറത്തിൽ വരുന്നത് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇത് സ്ക്വയറാണ്, അപ്പോൾ അതിൻ്റെ റൂട്ട് കാണുമ്പോൾ ഹൈറ്റ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഇനി ഹൈറ്റ് ആണ് കണ്ടുപിടിക്കണമെങ്കിലോ, ഹൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് ബേസിൻ്റെ സ്ക്വയർ കുറയ്ക്കുക. ഇനി ബേസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബേസ് കണ്ടുപിടിക്കണമെങ്കിൽ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് ഹൈറ്റിൻ്റെ സ്ക്വയർ കുറയ്ക്കുക. ഇതാണ് നമ്മുടെ പൈതഗോറസ് തിയറം. ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി, സിമ്പിളാണ്. ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ ഹൈറ്റും ബേസും കൂടെ അതിൻ്റെ സ്ക്വയർ തമ്മിൽ കൂട്ടിയിട്ട് അതിൻ്റെ റൂട്ട് കാണുക. ഇനി ബേസ് ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസിൽ നിന്ന് സ്ക്വയർ ചെയ്യുന്ന ഹൈറ്റിൻ്റെ സ്ക്വയർ കുറച്ചിട്ട് റൂട്ട്. ഇനി ഹൈറ്റ് ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് ബേസിൻ്റെ സ്ക്വയർ കുറയ്ക്കുക. ഇത് നോർത്ത് വെച്ചാൽ മതി. നമുക്ക് ഇത് നമ്മുടെ പ്രോബ്ലത്തിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടതായിരിക്കും. ഏത് വശവും ഹൈറ്റ് കാണും. ഇത് ഏത് വശങ്ങൾ വേണമെങ്കിലും നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏത് വശങ്ങൾ വേണമെങ്കിലും കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് പൈതഗോറസ് തിയറം. ഓക്കെ.